ഇപ്പോഴും തനിക്കൊപ്പം കോൺഗ്രസ് ഉണ്ടെന്ന വിശ്വാസത്തിലാണ് പത്മജയുള്ളത്. മത്സരത്തിൽ ഇറങ്ങിയാലും ലീഡറുടെ മകളോടുള്ള സ്നേഹത്തിൽ കോൺഗ്രസ് വോട്ടുകൾ സ്വന്തമാക്കാമെന്നാണ് പത്മജയുടെ മനസ്സിലിരിപ്പ്. ഈ സ്വപ്നങ്ങൾക്കൊക്കെ ഒരു പരിധിയില്ലേ? പത്മജയെ കൈവിട്ടാൽ കൈവിട്ടതാണെന്ന് ഏത് ഭാഷയിലാണ് ഇനി ഇവർക്ക് മനസ്സിലാകുക? ഇപ്പോഴും കോൺഗ്രസുകാർ കൂടെ ഉണ്ടാകുമെന്ന ധാരണയിലാണ് അവർ. BJP-യിൽ പോയി പൊട്ടിക്കരഞ്ഞും നിലവിളിച്ചും ഒരു കാര്യവും ഉണ്ടായില്ല. എന്നിട്ടും ഇപ്പോഴും കോൺഗ്രസിന്റെ ചോര കുടിക്കാൻ നടക്കുകയാണ്. ഇപ്പോഴിതാ തൃശൂർ കോർപ്പറേഷൻ പിടിക്കുമെന്നും അതിനായി മുഴുവൻ കോൺഗ്രസുകാരെയും ഊറ്റിക്കൊണ്ടു പോകുമെന്നുമാണ് പത്മജ പറയുന്നത്. ജയിച്ചാൽ KPCC-യിൽ വിളിച്ച് ജാടയിടാമെന്ന ധാരണയും പത്മജയ്ക്കുണ്ട്. അച്ഛനെ പോലെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കുമുണ്ട്. അതിന്റെ പ്രശ്നം ഞാൻ ഏറെ അനുഭവിച്ചുവെന്നും ഞാൻ BJP-യിലേക്ക് വന്നപ്പോൾ ആരും ഒപ്പമില്ലായിരുന്നു എന്നാണ് ചോദ്യമെന്നും അത്യാവശ്യം ചിലരെ ഒപ്പം കൂട്ടി ഇന്നിപ്പോൾ 100ഓളം പേർ വരുന്നുവെന്നുമാണ് പത്മജ പറയുന്നത്. ഇതിവിടെ തീരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മാസവും ഇത്രത്തോളം പേർ വരുമെന്നും അങ്ങനെ തൃശ്ശൂരിലെ മൊത്തം കോൺഗ്രസിനെയും ഒപ്പം കൂട്ടുമെന്നും പത്മജയുടെ വാക്കുകൾ. ആവേശത്തിലായിരുന്നു പത്മജ ഉണ്ടായിരുന്നത്. പാർട്ടി മാറിയിട്ട് എന്താണ് സ്ഥാനം കിട്ടിയതെന്നായിരുന്നു ചിലരുടെ ചോദ്യമെന്നും ഒരു സ്ഥാനത്തിനും വേണ്ടി ആയിരുന്നില്ല തന്റെ മാറ്റമെന്നും മനസ്സമാധാനത്തിന് വേണ്ടിയാണെന്നുമാണ് പത്മജ പറയുന്നത്. കോർപ്പറേഷനിലെ ഭരണം പിടിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. അത് നേടിയെടുക്കും. സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആദ്യമായി ഉറപ്പിച്ചു പറഞ്ഞത് താനാണ്. അത് നടന്നില്ലേ? അതുപോലെ തന്നെ പറയുന്നു തൃശൂർ കോർപ്പറേഷൻ അടുത്ത തവണ BJP ഭരിക്കുമെന്ന്. വികസനം എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുമെന്നാണ് പത്മജയുടെ വാക്കുകൾ. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതെത്തുമെന്നും പത്മജ പറയുകയാണ്. BJP MP-യെ സമ്മാനിച്ചത് കൊണ്ട് തന്നെ തൃശൂർ കോൺഗ്രസിനെ ഒന്ന് ആഞ്ഞു പിടിക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല. എന്നാലും പത്മജയുടെ നടക്കാത്ത സ്വപ്നങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. എന്നാലും പത്മജയുടെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോ എന്നോട് പലരും ചോദിച്ചു, ചേച്ചി പോയപ്പോ എന്താ ആരും കൂടെ വരാഞ്ഞേ? ഞാൻ പറഞ്ഞ അത്യാവശ്യമുള്ള 2-3 പേരെ വിളിച്ചു, അവര് വരികയും ചെയ്തു. പക്ഷെ ഇപ്പം ഞാനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ തൃശ്ശൂരത്തെ ഞാൻ കോൺഗ്രസ്സുകാരെ മൊത്തമായി ഞാൻ ഊറ്റിക്കൊണ്ട് പോകും. കാരണം എന്താന്ന് വെച്ചാല് ഇനിയും നിങ്ങൾ ഈ പീഡനം സഹിക്കണ്ട. 10 കൊല്ലം ഇവിടെ നിന്ന് ചവിട്ടും കുത്തും സഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. എനിക്കിവിടെ സ്റ്റേജിൽ വന്നിരുന്നപ്പോൾ ഒരു സന്തോഷം തോന്നിയത് ഇവിടുത്തെ കൗൺസിലർമാരെല്ലാം രംഗത്തുണ്ട്. പണ്ട് നിങ്ങൾ കോൺഗ്രസ്സിലുള്ളപ്പം ഒരു കോൺഗ്രസ് മീറ്റിംഗ് വിളിച്ച ഏതെങ്കിലും കോൺഗ്രസ് കൗൺസിലർമാരെ കണ്ടിട്ടുണ്ടോ? അവർ കാര്യം കഴിഞ്ഞ് അങ്ങ് പോകും. പിന്നെ അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ. സ്വന്തം മണ്ഡലത്തിലും അങ്ങനെയുള്ളൂ. കാരണം പിന്നെ അടുത്ത പ്രാവശ്യം വേറെ സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് ഈ കൗൺസിലർമാരെ കണ്ടപ്പോഴാണ് എൻ്റെ ആദ്യത്തെ സന്തോഷം, സത്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം നമ്മുടെ കൂടെ ഏകദേശം 10-100 പേര് ഇനിയുണ്ട് കേട്ടോ. അടുത്ത മാസം വീണ്ടും ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ മാസമായിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു. എല്ലാം കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ? കാരണം പലർക്കും എന്താ പറയണ്ടത്, നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. പിന്നെ ചെറിയ അച്ഛൻ്റെ വേണ്ടാത്ത സ്വഭാവം കിട്ടിയോണ്ട് കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പുറത്തു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോരാ. കാരണം ഇപ്പോൾ ശോഭയൊക്കെ ഇവിടെ ഉണ്ട്, ഈ പറഞ്ഞ മാതിരി. പിന്നെ പുതിയ പ്രസിഡന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് നമ്മുടെ വിഷമം കേൾക്കാനെങ്കിലും ഒരാളുണ്ട് നിങ്ങൾക്ക്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്. എന്നോട് ചോദിക്കും എല്ലാവരും, സ്ഥാനം കിട്ടിയോ? ഞാൻ ഇരിക്കാത്ത സ്ഥാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനേക്കാളും വലുത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, മനസ്സമാധാനത്തിനാണ് BJP ചേർന്നത്. അതെനിക്കിപ്പോൾ നല്ലോണം ഉണ്ട്. രാത്രി ഉറക്കമുണ്ട്, രാത്രി ടെൻഷനില്ല. പിന്നെ തൃശ്ശൂർ വരുമ്പോൾ അറിയാലോ, എനിക്ക് ഇവിടെ ഞാൻ രാഷ്ട്രീയക്കാരത്തെയല്ല. ഇവിടെ നിങ്ങളുടെ വീട്ടിലൊരു മെമ്പറാണ് ഞാൻ. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും എൻ്റെ അച്ഛൻ്റെ ബന്ധങ്ങൾ, എൻ്റെ ബന്ധങ്ങൾ, അമ്മയുടെ ബന്ധങ്ങൾ, എൻ്റെ അമ്മ ജനിച്ചു വളർന്ന എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കണ്ടോളൂ, അടുത്ത കോർപ്പറേഷൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചെടുക്കും. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്തും എല്ലാം നമ്മൾ വരും. ഞാൻ പറഞ്ഞത് തെറ്റാറില്ല. ഞാനാണ് സുരേഷ് ഗോപി ജയിക്കുന്ന പറഞ്ഞ ഒരേ ഒരാളാണ് തൃശക്തൻ. ഞാൻ പറയണം, കോർപ്പറേഷനിൽ നമ്മൾ ഭരണം പിടിച്ചെടുക്കും. ഭരണം എന്താ എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടുവല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം കോൺഗ്രസ് പിന്നെ മുടിച്ചു. അവരിനിപ്പോ അടുത്ത പ്രാവശ്യം 3ാമത് പോവാൻ വേറെ സ്ഥലമില്ലാത്തോണ്ട് 3ാമത് വരും. ആ രീതിയിലാണ്. കാരണം കൂടെ കിടന്നവനെ രാപ്പനി അറിയുള്ളൂ. എനിക്കറിയാം ഇവരെങ്ങനെയാ സീറ്റ് കൊടുക്കാൻ പോണേന്ന്. ഇത്
അത് നടക്കും എല്ലാ കാര്യം. എത്രയോ ആളുകൾക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടാണ്ട്. എനിക്കറിയാം ഇവരെന്തൊക്കെയാ ചെയ്തിരുന്നത്. അതിലപ്പുറം ആരും നന്നായിട്ടൊന്നും ഇല്ലല്ലോ ഈ 2-3 കൊല്ലം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ BJP-യിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരിക്കുന്ന സദാനന്ദൻ എവിടെ പോയി? സദാനന്ദൻ 6ാം ക്ലാസ് തൊട്ട് കോൺഗ്രസിന്റെ കൊടി പിടിച്ച ആളാണ്. 26 കൊല്ലമായിട്ട് മണ്ഡലം പ്രസിഡന്റാണ്, SNDP-യുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിനൊക്കെ മനസ്സ് മടുക്കണമെങ്കിൽ എന്തായിരിക്കും ആ പാർട്ടിയൊക്കെ അദ്ദേഹത്തോട് ചെയ്തിട്ടുള്ളത്? ഞാൻ അദ്ദേഹത്തെ കുറെ വായിക്കാൻ നോക്കി അവരുടെ. അപ്പൊ അന്ന് എനിക്ക് അറിയായിരുന്നു സദാനന്ദൻ അവിടെ നിൽക്കില്ല, സദാനന്ദൻ ഇങ്ങ് പോരുന്ന്. അപ്പൊ ആൾക്കിപ്പോ മനസ്സിലായി BJP ആണ് ആൾക്ക് പറ്റിയ പാർട്ടി. കാരണം നല്ലോണം പണിയെടുക്കും. ഇവരൊക്കെ പണിയെടുക്കാൻ അറിയാം. ഞാൻ തമാശക്ക് കോൺഗ്രസ്സുകാരെ പറ്റി പറയും, പണിയെടുക്കാനും അറിയാം, പണി കൊടുക്കാനും അറിയാം. അവരാദ്യം പണി കൊടുക്കും, എന്നിട്ടേ പണിയെടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവമുള്ളൊരു സംഘടനയിൽ നിന്ന് ഇവിടെ പോരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പണിയെടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും ജസ്റ്റിൻ, ഞാൻ ഇത്രയധികം സഹകരണമുള്ള ഒരു പ്രസിഡന്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള കെട്ടിടമാണ്, അവിടെ പോലും എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല. ഒരു മുറി KPC വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എനിക്ക് തന്നിട്ടില്ല. അത്രയും അപമാനിച്ചിട്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ആ കെട്ടിടം പണിത കഥകളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം എങ്ങനെയാന്നല്ലേ, എത്ര കെട്ട് മുടിച്ചിട്ടാണ് ആ കെട്ടിടം പണിത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. എന്തായാലും വന്നവർക്ക് സ്വാഗതം, ഇനി വരാനിരിക്കുന്നവർക്കും സ്വാഗതം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞ മാതിരി ഏതോ കോൺഗ്രസ് മീറ്റിംഗിൽ എൻ്റെ സഹോദരൻ പറഞ്ഞു എന്ന് കേട്ടു, എല്ലാവരും ഒറ്റക്കെട്ടായി എന്ന് പറയുമ്പോൾ ഇതുവരെ ഒറ്റക്കെട്ടായിട്ടല്ലേ പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ BJP-യിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ അധികം പുറത്തേക്ക് കാണില്ല. മറ്റവർ ബഹളം വെച്ച് മറ്റേത് മീറ്റിംഗ് ഇവിടെ കൂടാറ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കോൺഗ്രസിന്റെ 20 പേരുണ്ടായിരുന്നു, വെറും 20 പേര്. ഇവിടെ ഞാൻ 250 പേരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് കോൺഗ്രസിലിരുന്നപ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി എന്തായിരിക്കും. ഇന്നലെ ഒരാളൊരു കോൺഗ്രസ്സുകാരൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ഭാഗത്താ മത്സരിക്കുന്നത്, അമ്പലത്തിലേക്ക് ഇങ്ങനെ കയറുക. ഞാൻ നീ രക്ഷപ്പെടില്ലേടാ എന്ന് പറഞ്ഞു. കാരണം എനിക്കത് പറയാൻ തോന്നിയതിന് ഭഗവാൻ പറയിച്ചാണോ എന്ന് അറിയില്ല. അതോടുകൂടി ആളിനി ഇലക്ഷൻ നിൽക്കുമെന്ന് തന്നെ അറിയില്ല. ആളുടെ മനസ്സങ്ങ് തളർന്നു. പിന്നെ എനിക്ക് തോന്നി അയ്യോ പറയേണ്ടിയിരുന്നില്ല. ഞാൻ ആലോചിച്ച് പറഞ്ഞതൊന്നല്ല, പെട്ടെന്ന് എൻ്റെ വായിൽ വന്നതാ. കാരണം ഇവരൊക്കെ എനിക്കറിയേ കൂടെ നിന്നിട്ട് കുത്തണ അതാണ്. അച്ഛൻ പണ്ട് പറഞ്ഞു, എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി എന്ന് പറഞ്ഞു. ചേട്ടന് 2-3 പ്രാവശ്യം കുത്തി, ഇനിയും അത് തന്നെ. അപ്പൊ ഇവർക്കൊക്കെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ശരിക്ക് കുത്തിയതെന്ന് ഒരിക്കൽ ഞാൻ തുറന്നു പറയും. അതോടുകൂടി ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എന്താ നടന്നതെന്ന് മനസ്സിലാവും. അതിനുള്ള സമയം നോക്കി നിൽക്കാൻ ഞാൻ. അപ്പോൾ എല്ലാവർക്കും ആശംസ. കുറച്ച് ഇതായിപ്പോയി, കാരണം ഇവിടെ വരുമ്പോൾ ഞാൻ ഇമോഷണലായി പോകും. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറയണു. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ നിർത്തും.